പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്. അഗസ്ത്യ മഹർഷി വന്ന് ശ്രീരാമന് ആദിത്യഹൃദയം എന്ന സ്തോത്രം ചൊല്ലിക്കൊടുക്കുന്നു. ഈ സ്തോത്രം ചൊല്ലുന്നവർക്ക് എപ്പോഴും വിജയം സിദ്ധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെ എന്നറിഞ്ഞീല അഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നീടിനാൻ. ആകാശദേശാൽ പ്രഭാകരസന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദം എന്ന് അരുൾ ചെയ്താനഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാനും ഇപ്പോഴിവിടേക്ക് വന്നിത് ഞാനിടോ. താപത്രയവും വിഷാദവും തീർന്നുപോം, ആപത്വം മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും, രോഗവിനാശനം വർദ്ധിക്കുമായുസ്സു സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യഹൃദയമാം മന്ത്രം ഇത് ഉത്തമം, എത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുര ഉരകചാരണ കിന്നര താപസ ഗുഹ്യക യക്ഷരക്ഷോഭൂത കിംപുരുഷ അപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നത് ആദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും. രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ, ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖന്താനും പ്രജാപതിവൃന്ദവും. ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോഭരനും വരുണനും വായുവും. യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരിവൃന്ദവും. വാരണവക്ത്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും. അശ്വനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും. നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരകസമൂഹവും. വാരമാസ ഋതു സംവത്സരകൽപ്പാതി കാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ, വേദാർത്ഥവിഗ്രഹൻ വേദജ്ഞസേവിതൻ. പൂഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ, ദോഷാകരാത്മകൻ ത്വഷ്ടാ ദിനകരൻ. ഭാസ്കരൻ നിത്യൻ അഹസ്കരൻ ഈശ്വരൻ. സാക്ഷി സവിതാ സമസ്ത ലോകേക്ഷണൻ. ഭാസ്വാൻ വിഭസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ. ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണതൻ. ലോക ശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോകവിഗ്രഹൻ. ഭാനുഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ. സപ്താശ്വൻ അർജുനാശ്വൻ സകലേശ്വരൻ. സുപ്തജനാവബോധപ്രദൻ മംഗളൻ. ആദിത്യൻ അർക്കൻ അരുണൻ അനന്തകൻ. ജ്യോതിർമയൻ തപനൻ സവിതാരവി. വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡൻ. അംശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ. പ്രദ്യോതനൻ പരൻ ഖദ്യോതൻ. ഉദ്യോതനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു. വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ. വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു. വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ. വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ. ചണ്ഡകിരണൻ തരണി ദിനമണി. പുണ്ടരീക പ്രബോധപ്രദൻ അര്യമ. ദ്വാദശാത്മാ പരമാത്മാ പരാപരൻ. ആതിഥേയൻ ജഗദാദിഭൂതൻ ശിവൻ. ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ. ജ്ഞാനസ്വരൂപൻ അജ്ഞാനവിനാശനൻ. ധ്യാനിച്ചുകൊള്ളുക നീ നിത്യം ഇദ്ദേവനെ. സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. ആദിത്യഹൃദയമന്ത്രം. സന്താപനാശകരായ നമോ നമഃ. അന്ധകാരാന്തകരായ നമോ നമഃ. ചിന്താമണേ ചിദാനന്ദായ തേ നമഃ. നീഹാരനാശകരായ നമോ നമോ. മോഹവിനാശകരായ നമോ നമഃ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ. താവരജംഗമാചാര്യായ തേ നമോ. ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ. സത്വപ്രധാനായ തത്വായ തേ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഇത്തമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം.
ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ട് എത്രയും ഭക്തി വർദ്ധിച്ചു കാകുസ്ഥനും കൂപ്പിനാൻ. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരോപാന്തേ മരുവിനാൻ. എന്തിനാണോ രാമൻ അവതരിച്ചത്, ആ മുഖ്യകാര്യമായ രാവണവധം, അതാണ് ഇനി. രാഘവൻ മാതിലിയോട് അരുളി ചെയ്തിത്, ആകുലമെന്നിയെ തേർ നടത്തിയിടു നീ. മാതലി തേർ അതിവേഗേന കൂട്ടിനാൻ, ഏതുമേ ചഞ്ചലമില്ല ദശാസ്യനും. മൂടി പൊടി കൊണ്ടു ദിക്കും ഉടൻ ഇടകൂടി, ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രിഞ്ചരൻ്റെ കൊടിമരം ഖണ്ഡിച്ചു, ധാത്രിയിലിട്ടു ദശരഥപുത്രനും. യാതുധാനാധിപൻ വാജികൾ തമ്മയും, മാതലി തന്നെയും ഏറെ എയ്തിയിടിനാൻ. ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിത് രാക്ഷസരാജനും. സായകജാലം പൊഴിച്ച് അവയും മുറിച്ച് ആയോധനത്തിനടുത്തിത് രാമനും. ഏറ്റമണഞ്ഞും അകന്നും വലം വെച്ചും ഏറ്റുമിടം വെച്ചും ഒട്ടു പിൻവാങ്ങിയും, സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളിമാരുടെ യുദ്ധകൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം. ഉണ്ടാകയുമില്ല ഈ വണ്ണം ഇനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാൾ. നന്നു നന്ന് എന്നു തെളിഞ്ഞത് നാരദൻ. പൗലസ്യ രാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാൾ. വാദമടങ്ങി മറഞ്ഞത് സൂര്യനും, മേദിനി താനും വിറച്ചിത് പാരമായി. പാഥോനിധിയും ഇളകി മറിഞ്ഞത്, പാതാളവാസികളും നടുങ്ങിയിടിനാർ. അമ്പുധിയോട് ഒന്നെതിർക്കിലും അമ്പരം അമ്പരത്തോട് എതിർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിന് സമം. രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാൾ ദേവാദികളും. അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരൻ്റെ തലയൊന്ന് അറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരമപ്പോഴേ. കൂടെ മുളച്ചു കാണായത് അവൻ തല, കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും. ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണാൽ. ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്ക് ഒരു വാട്ടമില്ല എന്ന് വിചിത്രമേ നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ല അവൻ തല 10നും. രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പനാം മാരീചൻ എന്നിവരാതിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിന് ഇന്ന് എന്ത് അതിനിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടി. ഉണ്ടായത് ഈ ദശകണ്ഠനെ കൊല്ലുവാൻ, കണ്ടീലുപായവും ഏതുമുന്നീശ്വര. ചിന്തിച്ചു രാഘവൻ പിന്നെയും അദശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനിമേൽ ആവോളം കൊണ്ട ശരങ്ങളെക്കൊണ്ട് രഘുവരനുണ്ടായത് ഉള്ളിലൊരു നിനവ്. അന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും. കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരണന്തരം. മാതലിതാനും തൊഴുതു ചൊല്ലിയിടിനാൻ, ഏതും വിഷാദമുണ്ടാകായിക മനസ്സേ. മുന്നം അഗസ്ത്യതപോധനൻ ആദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ. പൈതാമഹാസ്ത്രമതായത് എന്നിങ്ങനെ. നന്നു പറഞ്ഞതു നീ ഇതെന്നോട്, ഇനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിത് രാഘവൻ. സൂര്യാനലന്മാർ അതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി. വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചീടിനാൻ. രാവണൻ തൻ്റെ ഹൃദയം പിളർന്ന് ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പൊക്കു.
ചോര കഴുകി മുഴുകി വിരവോട് മാരുതവേഗേന രാഘവൻ തന്നെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോട് ബാണവും എന്തൊരു വിസ്മയം അന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീണീടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാം കൽപ്പകവൃക്ഷപ്പുതുമലർ തൂകിനാർ ഉൽപ്പന്നമോദേന വാനവർ ഏവരും അർക്കകുലോദ്ഭവൻ മൂർധനിമേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞത് പുഷ്കര സംഭവനം തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ യുദിച്ചാൻ അത് നേരം മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശ ലോകവും താപസന്മാരും ജയജയശബ്ദേന താപമകന്ന് പുകഴ്ന്നു തുടങ്ങിനാർ ശേഷിച്ച രാക്ഷസർ ഓടി അകമ്പുക്കു കേഴത്തുടങ്ങിനാർ ഒക്കെ ലങ്കാപുരെ അർക്കജന്മാരുതി നീലാംഗദാദിയാം മർക്കടവീരരും ആർത്തു പുകഴ്ത്തിനാർ അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ച് അരികത്തു ചെന്നിരുന്ന് ആകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ച് എന്നെയും വെടിഞ്ഞിടിന വീര മഹാശയനോചിതനായ നീ പാരിൽ ഈ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണം എന്നുണ്ട് ദൈവത്തിനതാർക്ക് ഒഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശനരുൾ ചെയ്തിതാതരാൽ എന്നോട് അഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെക്കുറിച്ച് കരയരുത് ഏതുമേ നന്നല്ല അത് പരലോകത്തിന് സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നത് എന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്ക് പാരം സുഹൃതികൾക്കെന്നീ യോഗം വരാം ദോഷങ്ങളെല്ലാം ഒടുങ്ങിയത് ഇവന് ഇനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ ഇത്തമരുൾ ചെയ്തു നിന്നരുളുന്നേരം തത്ര മണ്ഡോദരി കേണു വന്നിടിനാൾ ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ പങ്ക്തിരഥാത്മജനപ്പോൾ അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ച് ഇനി സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലെ യോഗ്യമല്ല ഏതും അടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ട് ഏറ്റവും വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട് മദ്ബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരനറ്റിത് പാപങ്ങൾ വൈരവും ആ മരണാന്തം എന്നാകുന്നിത് ഏറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കാം ഒരു ദോഷം നിനക്ക് അതിനേതും അകപ്പെടാം ചന്ദനഗന്ധാദി കൊണ്ട് ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ച് ആർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായി ഉദകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കി ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ദിരം ബുക്കിത് ജന്യാവലോകനം ചെയ്തു നിന്നോറുകളും വിഭീഷണനെ ലങ്കേശ്വരനായിട്ട് അഭിഷേകം ചെയ്യുന്നു. ലക്ഷ്മണനോട് അരുൾ ചെയ്തിത് രാമനും രക്ഷോവരനാം വിഭീഷണനായി മയ ദത്തമായൊരു ലങ്കാരാജ്യം ഉൾപ്പൊക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ
എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു. വാദ്യഘോഷത്തോട് താപസന്മാരുമായി ആർത്തു വിളിച്ച് അഭിഷേകവും ചെയ്തിത്. ഭൂമിയും ചന്ദ്രദിവാകരരാദിയും രാമകഥയുള്ളെന്ന് വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്ന് കിരീടാദ്യലങ്കാരവും ചെയ്തു ദാനപുരസ്കൃതം. പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിത്. വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന് ആസ്തയാ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണൻ ആദരാൽ. നക്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായേനഹം എന്ന് ചിൽപുരുഷൻ പ്രസാദിച്ചരുളീടിനാൻ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ ചെയ്തിത് രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ. ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചത് നിശ്ചയം. ലങ്കേശ്വരനായ വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. അശോകവനത്തിൽ നിന്ന് സീതയെ കൂട്ടിക്കൊണ്ടുവരുന്നു, സ്വീകരിക്കുന്നു. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു, മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം. തന്വങ്കിയാകിയ ജാനകിയോട് ഇതം നക്തഞ്ചരാധിപ നിഗ്രഹം ആദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇങ്ങ് എന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സത്കരിച്ചിടിനാർ. നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്ത്രപ്രസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരണാം ദശഗ്രീവനെ കൊന്ന് ദുഃഖമകന്നു തെളിഞ്ഞു മേവീടിനാൻ. യുദ്ധം ഭവതിയോട് ഒക്കെ പറകെന്ന് ചിത്തം തെളിഞ്ഞ് അരുൾ ചെയ്തിത് അറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായത് സീതയ്ക്ക് എന്നെന്തു ചൊല്ലാവത് ജാനകീദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ. എന്തു ഞാൻ മർക്കടശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്ത് എത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ. നേരത്ത് അതിനു യോഗം വരുത്തിയിടു നീ. ധീരത്വമില്ല ഇനിയും പൊറുത്തിയിടുവാൻ. വാതാത്മജനം രഘുവരൻ തന്നോട് മൈഥിലീ ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായി അരുൾ ചെയ്താൻ വിലയനീ. ജാനകീദേവിയെ ചെന്നു വരുത്തുക. ദീനതയുണ്ടുപോൽ കാണായക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബര ആഭരണാദി അനുലേപാത്യലങ്കാരമണിയിച്ച് ശില്പമായൊരു ശിബികമേൽ ആരോപ്യ മൽപുരോഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെക്കൊണ്ട് മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിൽ എടുപ്പിച്ചുകൊണ്ടു ചെല്ലുന്നേരം ഉണ്ടായി ചമഞ്ഞത് ഒരു ഘോഷനിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കി അജാനകീദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ട് അങ്ങണയുന്നത് കണ്ടൊരു യാഷ്ടികന്മാർ അണഞ്ഞ് ആട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ?
ഞാനുര ചെയ്തിത് നിന്നോട് ഇതെന്തടോ? ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത്? അത് പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും പാദചാരേണ വരേണം എന്നന്തികെ. മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാനിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനൻ. ലക്ഷ്മണനോട് മായാസീതയും ശുച തൽക്ഷണേ ചൊല്ലിനാൾ ഏതുമേ വൈകാതെ. വിശ്വാസമാശു മൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കാം, ദണ്ഡമില്ല ഏതുമെനിക്ക് അതിൽ ചാടുവാൻ. സൗമിത്രിയും അതു കേട്ടു രഘുത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയം ജ്വലിപ്പിച്ചു. രാമപാർശ്വം പ്രവേശിച്ചു നിന്നീടിനാൻ. ഭൂമീസുതയമന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെയൊഴിഞ്ഞ് അന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചത് എങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ. എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിന. ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടിത് നിശ്ചലമായത് ലോകവുമന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യകസിദ്ധ സാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിത് രാമൻ തിരുവടി. നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാനമന്നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാർ. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനീ ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യനായി അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്ന് ഉള്ളിലോർത്തിയിടുവോർ, നിന്നുടെ നാമസ്മരണമുള്ളോർ ഉള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ട് ഒഴിയാതെ അടക്കിന നിർദ്ദയം, നഷ്ടനായാനവനിന്ന് നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം ത്വൽക്കരുണയാ. ദേവകൾ ഇത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം, വന്ദേ പദം അശേഷസ്തുതി കാരണം, അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രമവ്യയമീശ്വരം, സർവഹൃദിഷ്ഠിതം സർവജഗന്മയം, സർവലോകപ്രിയം സർവജ്ഞമദ്ഭുതം, രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം, രാജരാജേന്ദ്രം രജനീചരാന്തകം, രാജീവലോചനം രാവണനാശനം, മായാപരം അജം മായാമയം, മനുനായകം മായാവിഹീനം മധുദ്വിഷം,
മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം യോഗി ചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. ഇത്തം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്ന് അരുളുന്നേരം ആശ്രയാശൻ ജഗദാശ്രയഭൂതയാം ആശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്ന് ആശു വണങ്ങിനാൻ. ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിത് എല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്ന് എങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും. പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ. ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകീ ദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. ദേവേന്ദ്രൻ സ്തുതിക്കുന്നു. സംക്രന്ദനൻ തഥാ രാമനെ നിർജ്ജരസംഘേന സാർദ്ധം വണങ്ങി സ്തുതിച്ചിത്. രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹിമാം, രാമഭദ്രപ്രഭോ പാഹിമാം പാഹിമാം. ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളത്? ഇങ്ങനെ കാരുണ്യപീയൂഷവാരിധേ നിൻ തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണം എൻ പോറ്റി മാനസേ. നിൻ ചരിതാമൃതം ചൊല്ലുവാനും എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനുമനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം. യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നത് അന്വഹം. ത്വത്പാദതീർത്ഥം ശിരസി വഹിക്കുന്നത് എപ്പോഴും ആത്മശുദ്ധിക്ക് ഉമാവല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോട് അരുൾ ചെയ്തത് രാഘവൻ. മൃത്യുഭവിച്ച കപികുലവീരരെ അത്തൽ കളഞ്ഞ് ജീവിപ്പിക്കുകയും വേണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകണം എന്നു കേട്ട് ഇന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്ന് കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. നന്നായുറങ്ങി ഉണർന്നവരെ പോലെ മനവൻ തന്നെ തൊഴുതാർ അവറുകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിരുന്നേരം നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ. നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങുക എന്ന അൻപോടു കേട്ടതാ. മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോട് വന്ദിച്ചു ജനകനെ. ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്ന് ആനന്ദമഗ്നനായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ, എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചത് എന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നത് നിൻ മഹാമായ മോഹിപ്പിയായിക എന്നെയും കൽമഷനാശന കാരുണ്യവാരിധേ. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോട് ദശരഥൻ ചെന്ന് അമരാവതി പുക്ക് മരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ച് അനുജ്ഞയാ സത്യലോകം ചെന്നു പുക്കു വിരിഞ്ചനും. കാർത്യായനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായി എഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്രൻ യോഗേന പോയത് നാരദനാദിമഹാമുനിവൃന്ദവും പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നേടിനാർ. എല്ലാവരും കൂടി അയോധ്യയിലേക്ക് മടക്കയാത്ര ആരംഭിക്കുന്നു.
മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചത്. പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാം എന്നെക്കുറിച്ചു വാത്സല്യമുണ്ട്, ഏതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗളസ്നാനവുമാചരിച്ചിടണം. മേളമായെന്നു വിരുന്നു കഴിഞ്ഞ് ഇങ്ങ് നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്ന് വിഭീഷണൻ ചെന്നതു കേട്ടുടൻ മന്നവൻ താനും അരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആദിയം പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിത് ഞാൻ അവൻ തന്നോടുകൂടി ഒഴിഞ്ഞ് അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കയെന്നുള്ളത് ഇല്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേയാവിത് എന്നു 14 സംവത്സരം തികയുന്നത് എന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ എന്നാലവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റന്നാൾ എന്നതുകൊണ്ട് ഉഴറുന്നിത് ഞാനിഹ വന്നു സമയവും ഏറ്റം അടുത്തങ്ങ് ചെന്നുകൊള്ളുവാൻ പണിയുണ്ട് അതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ. സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കടവീരരെ ഒക്കവേ സാദരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും, പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ. പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർക്ക് അലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്ന് രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാൻ ഇഹ പുഷ്കരമായ വിമാനവും ഉണ്ടല്ലോ. രാത്രിഞ്ചരാധിപൻ ഇത്തമുണർത്തിച്ച വാർത്ത കേട്ട് ആസ്ഥയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിത്. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്ക ആത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തത് ആദര മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. മിത്രകാര്യം കൃതമായത് നിങ്ങളാൽ ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാം. മർക്കടരാജ സുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്നു വാഴുക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ ലങ്കയിലാശു പോയി വാഴുക നീയും ബന്ധുവർഗവും. കാകുസ്ഥൻ ഇത്തമരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ച് അവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിൽ അങ്ങ് കൗസല്യാദികളെയും വന്ദിച്ച് മംഗലമാന്മാർ അഭിഷേകവും കണ്ട് തങ്ങൾക്കുള്ള അവിടെ വാണിയിടുവാൻ ഉണ്ടാകവേണം തിരുമനസ്സെങ്കിലേ. കുണ്ഠത ഞങ്ങൾക്കു തീരൂ ജഗത് പ്രഭോ, അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയതദ്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ, സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാ സാർത്ഥം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാൾ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം അംസസമാനം സമുത്പതിച്ചു. തഥാ നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജ പ്രിയായുക്തനാം രാമനെക്കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചതമ്പരാന്തേ തഥാ മിത്രബിംബം കണക്കെ ധനദാസനം. ഉത്സംഗസീം നിവിന്യസ്യ സീതാം ഭക്തവത്സലൻ നാലുദിക്കും പുനരാലോക്യ. വത്സേ ജനകാത്മജെ ശൃണു വല്ലഭേ സത്സേവിതേ സരസീരുഖലോചനേ. പശ്യ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺക, അതിലങ്ങ് ശോണിത കർദ്ദമ മാംസാസ്ഥി പൂർണ്ണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം.
അത്രൈവ രാവണൻ വീണു മരിച്ചിത് എന്നസ്ത്രമേറ്റ് ഉത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിത് വല്ലഭേ. വൃത്രാരിജിത്തും അതികായനും പുനരത്ര സൗമിത്രിതൻ അസ്ത്രമേറ്റ് ഉത്തമേ വീണു മരിച്ചിത് പിന്നെയും മറ്റുള്ള കൗണപന്മാരെ കവികൾ കൊന്നീടിന. സേതു ബന്ധിച്ചതും കാണടോ സാഗരെ. ഹേതു ബന്ധിച്ചത് അതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ. പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം. കണ്ടാലും അങ്ങതിനത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങുന്നേ. അത്ര വന്ന് എന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണടോ. കിഷ്കിന്ധയാഗം കപീന്ദ്രപുരീം ഇമാം. ശ്രുത്വാ മനോഹരം ഭർത്തൃവാക്യം മുത. പൃഥ്വീസുതയും അപേക്ഷിച്ചത് അന്നേരം. താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം. കൗതൂഹലം അയോധ്യാപരിവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർത്തൃവിയോഗജ ദുഃഖം ഇന്ന് എന്നോളം ഇത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യ നായകൻ തന്നിലുള്ള ആഘോതം അപ്പോൾ അറിഞ്ഞു വിമാനവും. ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണത് കണ്ട് അരുൾ ചെയ്തു രഘുത്തമൻ. വാനരവീരരെ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിൻ ഏവരും. മർക്കടവീരർ അതു കേട്ട് മോദേന കിഷ്കിന്ധ പൊക്കു നിജാംഗനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോട് മോദാന്വിതം ആലോകന ആലാപമന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്ത് അവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈക നായകൻ ജാനകിയോട് അരുളി ചെയ്തിത് പരമാനന്ദ സംയുതം. പശ്യാമനോഹരേ ദേവീ വിചിത്രമാം ഋഷ്യമൂകാജലം മുത്തുംഗമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗി പഞ്ചവടി നാം ഇരുന്നേടം. വന്ദിച്ചുകൊള്ളുക അഗസ്ത്യാശ്രമം. ഭക്തി പൂണ്ട ഇന്ദീവരാക്ഷി സുതീക്ഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേടം. അത്രൈവ കണ്ടു ഭരതനെ നാമെടോ. ഭദ്രേ മുത ഭരദ്വാജാശ്രമം കാൺക. ശുദ്ധികരം യമുനാതടശോഭിതം. ഗംഗാനദിയതിന് അങ്ങേത്. അതിനങ്ങ് ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയോ നദി അതിനങ്ങേത്. ധന്യം അയോധ്യാനഗരം മനോഹരെ. ഇത്തം അരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും. വന്ദിച്ചിത് ഭരദ്വാജ മുനീന്ദ്രനെ. നന്ദിച്ച് അനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. രാമനും ചോദിച്ചതപ്പോൾ അയോധ്യയിൽ ആമയമേതുമൊന്നില്ലയല്ലീ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലി. മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തിതന്നേരം. താപമൊരുവർക്കും ഇല്ല അയോധ്യാപുരെ. നിത്യം ഭരതശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു. ഭക്ത്യാ ജടാവൽക്കലാദികളും പൂണ്ടു. സത്യസ്വരൂപനാം നിന്നയം പാർത്തു പാർത്ത് ആഹന്ത സിംഹാസനെ പാതുകം വെച്ചു. മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു. കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു. സമ്മതന്മാരായിരിക്കുന്നിത് എപ്പോഴും. ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിത്. ചിൽപുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവസഖ്യവും
യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിത് ഒക്കവേ. ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മം ഏതും തിരിക്കരുതാതൊരു വസ്തുനി സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. ലക്ഷ്മീ ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായത് അനന്തൻ ജഗൽപ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം. ചെന്ന് അയോധ്യാപുരം പൂക്കീട് അടുത്ത നാൾ. കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാം അകമ്പുഖ്യത് രാഘവൻ. പൂജിതനായി ഭ്രാതൃ ഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടീടിനാൻ. ഹനുമാനെ ഭരതൻ്റെ അടുക്കലേക്ക് അയക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത ചൊന്നാൻ അനിലാത്മജനോട് രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ. തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുക എന്നോട് വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിച്ചീട് അവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പുക്കൂ. ഭക്തനായിടും ഭരതനെ കൊപ്പിനാൻ പാതുകവും വെച്ച് പൂജിച്ച നാരദം. ചേതസാരാമനെ ധ്യാനിച്ച് ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു. മൂലഫലവും ഭുജിച്ചു കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ടു. മാരുതിയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാർ അവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാം മാറു ചൊല്ലിയിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവക ബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്ന് ദേവിയെയും വീണ്ട് ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസെ ശോകവും തീർന്നു വസിക്കാം ഇനി ചിരം. ഇത്തമാകർണ്യാഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരം ആശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമായി ആലിംഗനം ചെയ്തു. വാനരവീരശിരസി മുത പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തത്. ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവം എന്നെക്കുറിച്ച് ഇത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിന് ഇല്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാന് ഞാൻ ലോകം മഹാമേരു സാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും. ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യതം. മാനവനാഥന് വാനരന്മാരോട് കാനനെ സംഗമം ഉണ്ടായതെങ്ങനെ, വൈദേഹിയെ കട്ടുകൊണ്ടവാർ എങ്ങനെ, യാതുധാനാധിപനാകിയ രാവണൻ. ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങൾ അച്ചിത്രകൂടാജലത്തിങ്കൽ നിന്ന് ആദി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ളോരവസ്ഥകൾ ആദരം ഉൾക്കൊണ്ട് ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കെട്ടിയിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും. മന്നവൻ തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്ന മിത്രം ഭൃത്യ അമാത്യവർഗവും ചിത്രം വിചിത്രം എന്ന് ഓർത്തുകൊണ്ടിടിനാർ. ഭക്തിസാന്ദ്രമായ അധ്യാത്മരാമായണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് DC ബുക്സ്. പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്.